ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനോട് വളരെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ്. നമുക്ക് ഈ പരിചയപ്പെടുന്ന സ്ഥലത്തു നിന്നും ഇൻഫോ പാർക്കിലേക്ക് വെറും 7 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കളക്ടറേറ്റ്, സീപോർട്ട്, എയർപോർട്ട് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഏകദേശം 7 കിലോമീറ്റർ തന്നെയാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഏകദേശം 9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ എന്നാൽ കാക്കനാടിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ പേര് തേവയ്ക്കൽ എന്നാണ്. നമുക്ക് ഇനി പരിചയപ്പെടുന്ന വില്ലയിലേക്ക് 2 സ്ഥലത്തൂടെ, അതായത് 2 സൈഡിലൂടെ വരാനുള്ള ആക്സസ് ആണുള്ളത്. ഒന്ന് നമുക്ക് കാക്കനാട് പുക്കാട്ടുപടി റൂട്ടിലെ തേവയ്ക്കൽ ഭാഗത്ത് നിന്ന് തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിന്റെ അടുത്തൂടെയൊക്കെ നമുക്ക് വരാൻ പറ്റുന്നതാണ്. തേവയ്ക്കൽ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. സെയിം ടൈം നമുക്ക് വരാനുള്ള മറ്റൊരു ആക്സസ് എന്ന് പറയുന്നത് കളമശ്ശേരി വഴിയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്ത് നുവാൽസ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് മണലിമുക്ക് ജംഗ്ഷൻ. മണലിമുക്ക് വഴി നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. നമുക്ക് കളമശ്ശേരിയിൽ നിന്നും കാക്കനാട് നിന്നും ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡ്, ടാർ റോഡ് കഴിഞ്ഞാൽ പിന്നെ ഈ വീടുകളിലേക്ക്, ഇവിടെ കുറച്ച് വില്ലകളാണ്. ഈ വില്ലകളിലേക്കുള്ള വഴി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ചുറ്റിനും വീടുകളൊക്കെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് ഞാൻ പറഞ്ഞു ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള ഈ ഒരു മതിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ ഒരു മതിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റും അത് കുറച്ച് ടെക്സ്റ്റർ വർക്കും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു മതിലാണ് കൊടുത്തിരിക്കുന്നത്. മതിലിന്റെ മെയിൻ 2 പില്ലേഴ്സിൽ വന്നിട്ട് ഭംഗിയുള്ള 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വന്നിട്ടാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും മറ്റൊരു സൈഡ് വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പരിസരങ്ങളൊക്കെ ഫുള്ള് നോക്കുവാണെങ്കിൽ കാണാം, നല്ല രീതിയിൽ തന്നെ കല്ലുകളൊക്കെ വിരിച്ചിട്ട്, സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു. ഭംഗിയായ രീതിയിൽ ടെക്സ്റ്റർ വർക്കുകൾ കൊടുത്തും ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തും നല്ല ഭംഗിയുള്ള പെയിന്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറി കഴിയുമ്പോഴേക്കും നമുക്ക് കാണാം, ഇതിന്റെ ഈ ഒരു നമ്മൾ നേരെ കയറി വരുന്നത് കാർ പോർച്ചിന്റെ ഏരിയയിലേക്കാണ്. ഈ മെയിൻ കാർ പോർച്ചിൽ ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിന് ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് 2 വീലറുകളൊക്കെ വെക്കാനായിട്ട് ധാരാളം സ്പേസ് ഉണ്ട്. അപ്പം കംഫർട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ കാറ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയ ഭാഗത്തെപ്പെട്ട കാറുകളൊക്കെ ആണെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിണർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വാട്ടറിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ്. വീടിന്റെ 2 സൈഡിലൂടെയും ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ 2 സൈഡും നമുക്ക് ചെന്ന് എൻഡ് ചെയ്യുന്നത് അവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഈ തേവയ്ക്കൽ ഭാഗത്തൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടറിനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് കിണറുകളെയാണ്. നല്ല രീതിയിൽ തന്നെ നല്ല ആഴത്തിലുള്ള ഒരു കിണറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്ക് KW എന്നുള്ള മറ്റൊരു ഓപ്ഷനും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഫീൽ ചെയ്യില്ല. വീടിന്റെ കാർ പോർച്ചിന്റെ ഏരിയ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ട്, മെയിൻ ഡോറൊക്കെയാണ്. 2 പാളികളായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് വന്നിട്ട് ഒരു ചെറിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പില്ലർ വന്നിട്ട് പകുതിയോളം ടെക്സ്ചർ വർക്കുകളോട് കൂടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നേരെ തന്നെ നമുക്ക് കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് ഒരു പകുതി പോർഷനോളം തന്നെ ചെങ്കല്ലിന്റെ ഡിസൈൻ ഉള്ള ഒരു ടൈലാണ് അവർ ഒട്ടിച്ചിരിക്കുന്നത്. അതിന് മുകളിലൊക്കെ ആയിട്ട് ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റുകളും അതുകൂടാതെ LED ലൈറ്റുകളൊക്കെ
കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ നേരെ കയറി വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ നല്ല നീളത്തിലും വീതിയിലുള്ള വൈറ്റ് കളറിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ വിൻഡോസ് വിസിബിൾ ആണ്. ഏകദേശം എല്ലാ സൈഡിലും ആയിട്ട് തന്നെയാണ് ധാരാളം വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂമിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് TV യൂണിറ്റിനുള്ള ഏരിയ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള കബോർഡുകളൊക്കെ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ അങ്ങനത്തെയൊക്കെ പറ്റിയിട്ടുള്ള ഫെസിലിറ്റിയുള്ള ചെറിയ ചെറിയ കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആ ഒരു TV കൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറിലും ഗോൾഡൻ ഡിസൈൻ ഒക്കെ വരുന്ന വാൾപേപ്പറാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വുഡൻ വർക്കുകളും LED ലൈറ്റുകളിലൊക്കെ ഭംഗിയായിട്ട് ഇട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ആ എൻട്രൻസ് തന്നെ കാണാം. നല്ല ഹെവി ആയിട്ടുള്ള വുഡ് കൊണ്ടുള്ള ഭംഗിയുള്ള വർക്കുകളൊക്കെ തന്നെ ചെയ്ത് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് ഈ ഒരു വീടിനുള്ളത്. നമുക്ക് ഏകദേശം ഒരു 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിനായിട്ട് കൊടുത്തിരിക്കുന്നത്. നേരെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അതുകൂടാതെ തന്നെ റൂഫിലൊക്കെ നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഹാളിൽ 2 സൈഡിലായിട്ട് ധാരാളം വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയാൽ തന്നെ കാണാം. നല്ല രീതിയിൽ തന്നെ അവർ കബോർഡുകളൊക്കെ തിരിച്ച് കൺവേർട്ട് ചെയ്ത ഭംഗിയായിട്ടുള്ള LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ആ ഒരു ഏരിയയും ഭംഗിയാക്കിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ ആണ്. സെപ്പറേറ്റ് ആയിട്ട് ഒരു കേജിനകത്ത് ഇരിക്കുന്നത് പോലെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക് സൈഡിലൊക്കെ വന്നിട്ട് ഒരു കോപ്പർ ഫിനിഷോട് കൂടിയ ചെറിയൊരു ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് മിററൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ മുകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നല്ല രീതിയിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് അതിന്റെ മുകളിലൊക്കെ ചെയ്തിരിക്കുന്നത്. താഴെയാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ കബോർഡുകളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ കാണാം. അതുകൂടാതെ ഒരു ബെഡ്റൂമും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള ഈ ഒരു സ്റ്റെപ്പിന്റെ താഴെ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെയാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം ചുറ്റിനും ഒരുപാട് വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരുപാട് നമുക്ക് കബോർഡ് ഫെസിലിറ്റി കൊടുത്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ഫിനിഷോട് കൂടിയ ടൈലുകളാണ് വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് നമ്മുടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചന്റെ എൻട്രൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഡെക്കറേറ്റീവ് ആയിട്ട് വുഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു സൈഡിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു എൻട്രൻസിൽ തന്നെയാണ് അവർ ക്രോക്കറി ഷെൽഫിനുള്ള ചെറിയൊരു സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ഡോറാണ് അവർ ക്രോക്കറി ഒക്കെ വെക്കാനായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയൊരു കിച്ചൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് ആണ് ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് ഒക്കെ വന്നിട്ട് റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. 3 വിൻഡോസ് ആണ് കിച്ചണിനകത്ത് അവർ വെളിച്ചത്തിനൊക്കെ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. ചെറിയ കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നത് കൂടാതെ കുറച്ച് ഓപ്പൺ സ്പേസുകളും ഒക്കെ ഭംഗിയായിട്ട് തന്നെ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഇവിടെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ഒക്കെ വന്നിട്ട് ചെറിയൊരു കളർ ചേഞ്ച് വരുന്നുണ്ട്. വേറൊരു ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മുകളിലും താഴെയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ 2 സൈഡിലൂടെയും ഡോറ് തുറന്നിറങ്ങിയാൽ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കായിട്ടാണ് വരാൻ പറ്റുന്നത്. നമ്മൾ ഇവിടുത്തെ താഴെയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇനി നമുക്ക് മുകളിലുള്ള ഫെസിലിറ്റീസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
ിലേക്കുള്ള സ്റ്റെപ്പ് നമ്മൾ കയറി വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനോട് കൂടിയ ഒരു ചെറിയൊരു വാൾപേപ്പർ ഡിസൈനാണ് അവരോട് ഒട്ടിച്ചിരിക്കുന്നത്. അവിടെ ഒരു വലിയ ഓപ്പണിംഗ് നമുക്ക് പെർഗോള മോഡലിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ കയറി വരുന്ന വഴിക്കുള്ള ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാറുകൾ ഇട്ടിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആക്കിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു വലിയ ഹാളാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ്. നമുക്ക് ഇവിടുത്തെ അപ്പർ ഗസ്റ്റ് ലിവിങ് സ്പേസ് ആയിട്ട് ഈ ഒരു ഏരിയയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ അവർ കുറച്ച് കബോർഡ് ഫെസിലിറ്റി പോലെ ഒരു ചെറിയ സ്പേസ് അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് TV യൂണിറ്റ് വെക്കണമെങ്കിൽ ഈ ഭാഗത്ത് എവിടെ വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. റീഡിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടേബിൾ ഫെസിലിറ്റിയും അതുകൂടാതെ കുറച്ച് കബോർഡുകളൊക്കെ ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ നല്ല വെളിച്ചം കിടക്കുന്നതിനായിട്ട് ഒരുപാട് ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടാണ് റൂഫൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഹാളിൽ നിന്നും നമുക്കിനി കാണാനുള്ളത് താഴെ നമ്മളൊരു ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് മുകളിലത്തെ ഭാഗത്താണ് 2 ബെഡ്റൂമുകൾ കാണേണ്ടത്. ഈ ഒരു ഹാളിൽ നിന്നും തുറക്കുന്ന ഒരു ഡോർ നമുക്ക് കാണാം. അത് വന്നിട്ട് നേരെ ഇവിടുത്തെ മെയിൻ ബാൽക്കണിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ബാൽക്കണിയിലേക്ക് പോകുന്ന ആ ഡോർ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നിന്നുള്ള പില്ലറിൻ്റെ ആ ടെക്സ്ചർ വർക്കോട് കൂടിയ പില്ലറാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. മുകളിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലായിട്ട് തന്നെ GS സ്ക്വയർ ട്യൂബിൽ കുറച്ച് വർക്കുകളൊക്കെ ഡിസൈനർ വർക്കുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. റൂഫിലും നല്ല രീതിയിൽ തന്നെ LED സ്ട്രിപ്സും LED ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ സ്റ്റെപ്പ് കയറി വരുന്ന വഴിക്ക് നമുക്ക് നേരെ നോക്കുമ്പോൾ കാണാം. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പോർഷനിലും കുറച്ചൊരു വുഡിൻ്റെ ഒരു ചെറിയൊരു ടേബിൾ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാപ്ടോപ്സ് ഒക്കെ വയ്ക്കാനും റീഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ഒരു ചെറിയ സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു മെയിൻ ബാൽക്കണി കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തായിട്ട് വരുന്നൊരു റൂം നമുക്ക് കാണാം. ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വാർഡ്രോബ്സ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് വാർഡ്രോബൊക്കെ ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ ആണെങ്കിലും സിമ്പിളായിട്ടുള്ള വർക്കുകൾ മാത്രമാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഈ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു ഗ്രേ കളറിലുള്ള ഫിനിഷോട് കൂടിയ ടൈൽ, വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനുള്ള ടൈലാണ് ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ഹിൻഡ് വെയറിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ബെഡ്റൂം നമ്മൾ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്താൽ നമുക്കൊരു ചെറിയ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബെഡ്റൂമിന് മാത്രം അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ബാൽക്കണി സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വിസിബിൾ ആണ്. ചുറ്റിനും ഒരുപാട് വീടുകളുണ്ട്. ഇനിയും ഒരുപാട് വില്ല പ്രൊജക്റ്റുകൾ വരാനുള്ള സ്പേസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ചുറ്റിനും നമുക്ക് ആളുകളൊക്കെ ഒരുപാട് താമസിക്കുന്ന ഒരു നല്ലൊരു വില്ലകളൊക്കെയുള്ള ഏരിയയിൽ തന്നെയാണ് നമ്മളുടെ ഈ ഒരു വീടും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൈസാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രൈസ് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞാൽ നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂമാണ് കാണേണ്ടത്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം തന്നെയാണ്. ഈ ഒരു റൂമിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആദ്യം നമ്മൾ റിസീവ് ചെയ്യുന്ന നല്ലൊരു യെല്ലോയിഷ് കളറുള്ള ഒരു വാൾപേപ്പറാണ്. ഒരു വോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടാണ് ആ വാൾപേപ്പർ അവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും നിറയെ വിൻഡോസ് കൊടുത്തിട്ടാണ് എയർ സർക്കുലേഷനൊക്കെ പോസിബിൾ ആക്കിയിരിക്കുന്നത്. റൂഫിലൊക്കെ വന്നിട്ടാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ഡിസൈനുകളൊക്കെ മാത്രമായിട്ടാണ് റൂഫിലും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബ്ലൂയിഷ് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലുകളുടെ കോമ്പിനേഷനാണ് ഈ ഒരു ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു മെയിൻ ഹാളിൽ നിന്നും ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോറ് കൂടിയാണുള്ളത്. അത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. ഇതിനെ ഒരു യൂട്ടിലിറ്റി സ്പേസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിനുള്ള ഓപ്പണിങ്ങുകളൊക്കെ കൊടുത്ത് ചെറിയൊരു ഡോറ് പുറത്തേക്ക് തുറക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും പവർ പ്ലഗും വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് എല്ലാം തന്നെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങൾക്കൊരു ഡോറ് കാണാം. ആ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ ആണ് കാണുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ടെറസിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഏകദേശം എല്ലാ ഫെസിലിറ്റികളും എല്ലാം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഇതിൻ്റെ റൂഫ് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും. ഞാൻ പറയാൻ വിട്ടുപോയെന്നൊരു ഡൗട്ട്. റൂഫിലാണെങ്കിലും അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ വുഡൻ പാനലിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിറയെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമ്മളിന്ന് പരിചയപ്പെട്ട ഈ ഒരു വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 3.1 സെൻറ്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3,100 ഈ കാണുന്ന വീടിൻ്റെ ലാൻഡ് വരുന്നത്. 1,650 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1,650 ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബെഡ്റൂമുകൾ പ്ലസ് ഒരു യൂട്ടിലിറ്റി റൂമും കൂടെയാണ് ഈ കാണുന്ന വീടിന് ഉള്ളത്. ഇതിനുദ്ദേശിക്കുന്ന വില 72 ലക്ഷം രൂപയാണ്. 72 lakhs ആണ് ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ കാക്കനാടിനോട് ഇത്രയും അടുത്ത്, ഇൻഫോ പാർക്കിനോട് ഇത്രയും അടുത്ത്, ഇത്രയും ആക്സസിബിൾ ആയിട്ടുള്ള കാക്കനാട് തേവയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് വെറും 72 lakhs മാത്രമാണ് ചോദിക്കുന്നത്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.